സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പു തരികയാണ്. സർ, ട്രാൻസ്ജെൻഡറുകൾക്കുള്ള മഴവിൽ പദ്ധതി 5.5 കോടി രൂപ വെക്കുന്നു. അനധികൃതമായ രാജ്യത്ത് പ്രവേശിച്ചവർക്ക് ശിക്ഷ കഴിഞ്ഞ് തിരിഞ്ഞു പോകാനായിട്ടുള്ള ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് വിദേശികൾക്കും താൽക്കാലിക താമസ സൗകര്യം പ്രദാനം ചെയ്യുന്ന ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷന് 18 കോടി രൂപയായിട്ട് വർത്തുന്നു. എൻഡോസൾഫാൻ മേഖലയിൽ സഹായം നൽകുന്നതിന് 17 കോടി രൂപ, വയോമിത്രം പദ്ധതിക്കായിട്ട് 27.5 കോടി രൂപ, വൈകല്യമുള്ളവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അനുയാത്ര പദ്ധതിക്ക് 21 കോടി രൂപ, വൃക്ക തകരാറുകൾ കരൾ മാറ്റുകൾ ശസ്ത്രക്രിയ നടത്തിയവർ ഹിമോഫീലിയയും ബന്ധപ്പെട്ട രോഗങ്ങളും സിക്കിൾ സെൽ അനീമിയ എന്നിവ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് 6 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. കിടപ്പിലായ രോഗികളെ വീട്ടിൽ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രതിമാസം 600 രൂപ വെച്ച് നൽകുന്ന ആശ്വാസീകരണ പദ്ധതിക്ക് 50 കോടി രൂപ വകയിരുത്തുന്നു. ജുവനൈൽ ഡയബറ്റിസ് ബാധിച്ച കുട്ടികളുടെ മിഠായി പദ്ധതിക്കായി 3.8 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന പദ്ധതിക്കായിട്ട് 16 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 22 കോടി രൂപ, നിർഭയ പ്രോഗ്രാമിന് 12 കോടി രൂപ, സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനുള്ള സ്ത്രീ ശാക്തീകരണ പരിപാടിക്കായി 14.5 കോടി രൂപ എന്നിങ്ങനെ വകയിരുത്തുന്നു. സർ, അംഗനവാടികളിൽ മുട്ടയും പാലും നൽകുന്ന പദ്ധതി വിലപ്പെടുത്തുന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും മുട്ടയോ പാലോ നൽകുന്നതെന്ന് ഉറപ്പാക്കും. പദ്ധതിയുടെ വിഹിതം 80 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കോ സോഷ്യൽ പദ്ധതിക്കായി 51 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻഡർ പാർക്ക് പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പദ്ധതിയുടെ നടത്തിപ്പിനുള്ള സംസ്ഥാന വിഹിതമായി 30 കോടി രൂപ വകയിരുത്തുന്നു. സർ, കുടുംബമോ മറ്റു പിന്തുണയോ ഇല്ലാതെ ശിശുമന്ദിരത്തിലൂടെ സംരക്ഷണം ലഭിച്ച കുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്ക് സ്വതന്ത്ര ജീവിതം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഫ്റ്റർ കെയർ ഹോം സംവിധാനം ഏർപ്പെടുത്തുന്നതാണ്. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 11 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, പോഷകാഹാര മേഖലയ്ക്ക് ആകെ 532.76 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര സഹായമായി 379.5 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, നാഷണൽ ന്യൂട്രീഷൻ മിഷന് 15 കോടി രൂപ മാറ്റിവെക്കുന്നു. സംയോജിത ശിശു വികസന സേവനങ്ങൾ എന്ന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 138 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, നവകേരള സദസ്സിൽ ഉൾപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കുള്ള ഫണ്ട്. ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് കേരള സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് ചർച്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായം സ്വീകരിച്ചത്. നവകേരള സദസ്സിന്റെ അടിസ്ഥാന പദ്ധതികൾക്ക് ആയി 1000 കോടി രൂപയുടെ പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അടിസ്ഥാന പദ്ധതികൾക്കായിട്ട് 210 കോടി രൂപ വകയിരുത്തുന്നു. പ്ലാനിൽ ഓരോ മണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപ വരെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനാവും. പ്ലാനിൽ വകയിരുത്തിയുള്ളതിന് പുറമെ 500 കോടി രൂപ കൂടി ഈ വർഷം നവകേരള പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപ വകയിരുത്തുന്നു. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി റാൻഡിന്റെ 3.12 കോടി വകയിരുത്തുന്നു. CDSന് ഒറ്റത്തവണ സഹായമായി 5 കോടി രൂപ അനുവദിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിൽ കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പിലാക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിസ്ഥാന സൌകര്യത്തിന് റെക്കോർഡ് റൂമുകളുടെ ആധുനികവൽക്കരണത്തിനായി 12.6 കോടി രൂപ വകയിരുത്തുന്നു. ബാധ്യതാ രേഖകളുടെ അപ്ഗ്രേഡേഷൻ തുടങ്ങിയ പദ്ധതികൾക്കായിട്ട് 9.69 കോടി രൂപ വകയിരുത്തുന്നു. വിജിലൻസ് ആൻഡ് വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി സാങ്കേതിക ശേഷി മികച്ച അടിസ്ഥാന സൌകര്യം പരിശീലനം തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. വിജിലൻസ് കോംപ്ലക്സുകൾ, ഓഫീസ് കെട്ടിടം എന്നിവയുടെ നിർമ്മാണത്തിനും അനുബന്ധത്തിനുമായി 6.96 കോടി രൂപ വകയിരുത്തുന്നു. പോലീസ് വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിനായി 104 കോടി രൂപ വകയിരുത്തുന്നു. ഫോറൻസിക് ലബോറട്ടറി, ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, AP ബറ്റാലിയൻ, സൈബർഡോം, കേരള പോലീസ് അക്കാദമി തുടങ്ങി പോലീസ് ട്രെയിനിംഗ് കോളേജ് വിപുലീകരണം തുടങ്ങിയായിട്ട് 48.89 കോടി രൂപ വകയിരുത്തുന്നു. ജയിൽ വകുപ്പിനുള്ള വിഹിതത്തിൽ 11.50 കോടി രൂപയുടെ വർധനവ് വരുത്തുന്നു. വിവിധ ജയിലുകളുടെയും കറക്ഷൻ ഹോമുകളുടെയും നിർമ്മാണത്തിനും നവീകരണത്തിനുമായി 20 കോടി രൂപ വകയിരുത്തുന്നു. പാലാ മീനച്ചിൽ സബ് ജയിലിലുള്ള പുതിയ കെട്ടിടവും നിർമ്മാണം ഇതിൽ ഉൾപ്പെടുന്നു. സ്ഥലപരിമിതമായിട്ടുള്ള ജയിലുകളുടെ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ പണം വകയിരുത്തും. സർ, കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും സബോർഡിനേറ്റ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ആധുനികവൽക്കരണത്തിനായി 17.04 കോടി രൂപ വകയിരുത്തുന്നു. ജുഡീഷ്യറി വകുപ്പിന് കീഴിലെ ഭൌതിക അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് 18 കോടി രൂപ വകയിരുത്തുന്നു. എക്സൈസ്
ഉപകരണങ്ങളും ഓഫീസുകളുടെ നിർമ്മാണം എന്നിവയ്ക്കായിട്ട് 9.27 കോടി രൂപ വകയിരുത്തുന്നു. വിമുക്തി പദ്ധതിക്കായിട്ട് 12 കോടി വകയിരുത്തുന്നു. സർ, GST വകുപ്പ് അടിസ്ഥാന സൌകര്യങ്ങൾ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി 8.10 കോടി രൂപയും നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് 4 കോടി രൂപയും GST കോംപ്ലക്സുകൾ സ്ഥാപിക്കുന്നതിന് 3 കോടി രൂപയും വകുപ്പിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങുന്നതിന് 8.8 കോടി രൂപയും ഉൾപ്പെടെ ചരക്ക് സേവന നികുതി വകുപ്പിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 23.90 കോടി രൂപ വകയിരുത്തുന്നു. സർ, ട്രഷറി വകുപ്പിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് അടിസ്ഥാന സൌകര്യ വികസനത്തിനായിട്ട് 7.7 കോടി രൂപ വകയിരുത്തുന്നു. വികസന പ്രവർത്തനങ്ങൾക്കായി 7.5 കോടി രൂപയും പുതിയ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിന് 4.3 കോടി രൂപയും ഉൾപ്പെടെ ആകെ 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളം പൂർണ്ണമായി ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിന് കീഴിലായത് ഈ സാമ്പത്തിക വർഷത്തിലാണ്. എല്ലാ തരത്തിലുള്ള നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് ഡിനോമിനേഷനുകൾ ഇപ്പോൾ ഇ സ്റ്റാമ്പായി തന്നെ നൽകി വരുന്നു. വെണ്ടർമാർക്ക് ട്രഷറിയിൽ പോകാതെ തന്നെ സ്റ്റാമ്പ് ലഭ്യമാക്കുകയും ഇടപാടുകൾക്ക് ആവശ്യാനുസരണം സ്റ്റാമ്പ് പേപ്പർ ലഭ്യമാക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു. സ്റ്റാമ്പിന്റെ ലഭ്യത, കൃത്യത, സുരക്ഷ തുടങ്ങിയ ഇടപാടുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം ഈ സ്റ്റാമ്പിംഗ് നൽകിയത് വഴി നടപ്പാക്കാനായിട്ടുണ്ട്. സർ, KFC സർ, ഈ കാലയളവിൽ KFCയുടെ ഓഹരി മൂലധനം 300 കോടിയിൽ നിന്നും 600 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. KFCയുടെ ഓഹരി മൂലധനം 200 കോടി രൂപ വർദ്ധിപ്പിച്ച് 800 കോടിയായി ഉയർത്തുന്നതിന് നടപടി സ്വീകരിക്കും. സർ, KFC നടത്തുന്ന വിവിധ പരിപാടികളുണ്ട്. അതിനകത്ത് ഈ 10 പേർക്കെങ്കിലും നേരിട്ട് ജോലി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ 3% സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി 5% പലിശ നിരക്കിൽ ലഭ്യമാക്കുന്നു. ഈ പദ്ധതിയിലൂടെ ഇതുവരെ 2886 ലോണുകളിലായി വ്യവസായ സംരംഭങ്ങൾക്ക് 892.71 കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയിലൂടെ ഏകദേശം 25,000 പേർക്ക് പ്രത്യക്ഷമായും 30,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 10 കോടി രൂപ വരെ കൊടുക്കുന്ന കാംസ്, 10 കോടി രൂപ വരെ അനുവദിക്കുന്ന രീതിയിൽ KFC നടപ്പിലാക്കിയിട്ടുള്ള 79 സ്റ്റാർട്ടപ്പുകൾക്ക് നൽകിയിട്ടുള്ള പദ്ധതി, അതിനകത്ത് 850 പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ്. ഇത്തരം പദ്ധതികളുടെ വിശദാംശങ്ങൾ ഇതിലുണ്ട്. സർ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFEയുടെ അംഗീകൃത മൂലധനം 100 കോടിയിൽ നിന്ന് 250 കോടിയായി സർക്കാർ ഉയർത്തി. ഇപ്പോൾ അടച്ചു തീർത്ത മൂലധനം 200 കോടിയായിട്ടുണ്ട്. KSFEയുടെ വിറ്റുവരവ് സർ ഇതിനകം 91,000 കോടിയായിട്ടുണ്ട്. സർ, 2021 മെയ് മുതൽ 3275 പേർക്ക് PSC വഴി നിയമന ഉത്തരവ് നൽകുകയും അതിൽ 2500 പേർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, 683 ശാഖകളായിട്ട് വിപുലമായി അതിന്റെ പ്രവർത്തനം വർദ്ധിച്ചിരിക്കുകയാണ്. സർ, ദേശീയ സമ്പാദ്യ വകുപ്പ് ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക, ഓൺലൈൻ പണാഭരണം പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യം മുൻനിർത്തിയുള്ള ദേശീയ സമ്പാദ്യ വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കൂട്ടി സാക്ഷരതാ മിഷൻ, കുടുംബശ്രീ മിഷൻ, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി, യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സഹകരണം ഉറപ്പാക്കി സംയുക്തമായ പദ്ധതി നടപ്പിലാക്കും. സ്റ്റുഡന്റ് സേവിംഗ് സ്കീം വിപുലീകരിക്കും. സർ, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് എല്ലാ വിഭാഗം ഭാഗ്യക്കുറി തൊഴിലാളികൾക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ വിഭാഗക്കാർക്കും ചെറുകിട ഏജന്റുമാർക്കും ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കാനായി ഒരു കോമൺ പൂൾ സംവിധാനം നടപ്പിലാക്കുന്നതാണ്.